നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ അനു സൂരജ്. ആദ്യം കാണാം ഇന്നത്തെ പ്രധാന വാർത്താ തലക്കെട്ടുകൾ. കറുത്ത ഞായറിൽ കണ്ണീരോടെ കേരളം. കോന്നി മുറിഞ്ഞക്കല്ലിൽ ബസും കാറും കൂട്ടിയിടിച്ച് 4 മരണം. മരിച്ചത് നവദമ്പതികളടക്കം ഒരേ കുടുംബാംഗങ്ങൾ. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയത് അപകട കാരണം. മെക്സെവനിൽ മലക്കം മറിഞ്ഞ പി മോഹനൻ. കൂട്ടായ്മയെ എതിർക്കേണ്ടതില്ല, മെക്സെവനെ ഹൈജാക്ക് ചെയ്യാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി. തിരുത്തിയതിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന മുൻ പരാമർശം. മാസപ്പടി കേസിൽ SFIO പ്രോസിക്യൂഷൻ നടപടികളിലേക്ക്. അന്തിമ റിപ്പോർട്ട് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് മുന്നിലേക്ക്. തുടർ നടപടികൾ മുഖ്യമന്ത്രിക്കും മകൾക്കും നിർണായകം. ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതിൽ അന്വേഷണം സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിലേക്ക്. ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന സമിതിയിൽ ഇടത് അധ്യാപക പ്രതിനിധികൾ. സത്യം പുറത്തു വരണമെന്ന് ദേശീയ അധ്യാപക പരിഷത്ത്. വർക്കല ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം. വത്തിക്കാനിലെ ശിവഗിരി മഠം സർവമത സമ്മേളനം ലോക ചരിത്രത്തിന്റെ ഭാഗമെന്ന് മന്ത്രി കടന്നപ്പള്ളി. അറിവിന്റെ തീർത്ഥാടനമെന്ന് ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ. ശബരിമലയിൽ നടവരവിലും ഭക്തരിലും വൻ വർധന. ഒരു മാസത്തെ വരുമാനം 164 കോടിയോളം. കഴിഞ്ഞ വർഷത്തേക്കാൾ 22 കോടി കൂടി. അരവണയിൽ 17 കോടിയുടെ അധിക വിൽപ്പന. ഇതുവരെ 22 ലക്ഷം ഭക്തർ ദർശനത്തിനെത്തി. ബ്രിസ്ബൻ ടെസ്റ്റിൽ ഓസ്ട്രേലിയ മികച്ച സ്കോറിലേക്ക്. 6 വിക്കറ്റിന് 350 പിന്നിട്ടു. ഹെഡിനും സ്മിത്തിനും സെഞ്ചുറി. ബുംറയ്ക്ക് 5 വിക്കറ്റ്. മരണപാതകൾ. പത്തനംതിട്ടയിലെ വാഹനാപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹം കോന്നി ഇടത്തട്ടയിലെ മോർച്ചറിയിലേക്ക് മാറ്റുകയാണ്. ബന്ധുക്കൾ വിദേശത്ത് നിന്ന് എത്തിയ ശേഷമായിരിക്കും സംസ്കാരം. അപകടത്തിൽപ്പെട്ട വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയും നടത്തി. വാഹനങ്ങളുടെ വേഗത അപകടത്തിന്റെ ആഘാതം കൂട്ടിയെന്നാണ് MVDയുടെ നിഗമനം. മിഥുൻ മുരളി, മിഥുൻ അയ്യപ്പൻ എന്നിവർ ചേരുന്നു. ആദ്യം മിഥുൻ അയ്യപ്പനിലേക്ക്. മിഥുൻ, MVDയുടെ നിഗമനം വരുന്നത് ഈ 2 വാഹനങ്ങളും അമിത വേഗത്തിലായിരുന്നു സഞ്ചരിച്ചത് എന്നത് തന്നെയാണോ? ഇനി അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം മൃതദേഹം മാറ്റുകയാണ്. മറ്റ് വിവരങ്ങൾ കൂടി. തീർച്ചയായും അത്തരത്തിൽ സാധ്യതകളെല്ലാം തന്നെ MVD ആ പ്രാഥമിക ഘട്ടത്തിൽ പരിശോധിക്കുകയാണ്. ഈ അപകടമുണ്ടായതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒപ്പം തന്നെ എന്താണ് കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ആ പരിശോധനയിൽ പ്രാഥമിക ഘട്ട നിഗമനത്തിലാണ് ഈ അപകടത്തിൻ്റെ ആഘാതം വർദ്ധിപ്പിച്ചത്. ഇത്തരത്തിൽ അമിത വേഗതയായിരിക്കാം, വേഗത വർദ്ധിച്ചത് തന്നെയാണ് എന്നുള്ള രീതിയിൽ അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഉറക്കം സംഭവിച്ചിരിക്കാം ഡ്രൈവർക്ക് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രാഥമിക സൂചനകളും ലഭ്യമായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബിജു P. ജോർജിൻ്റെ വീട്ടിലാണ്. അതായത് മരിച്ച അനുവിൻ്റെ പിതാവ് വിജുവിൻ്റെയും വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം നടന്ന, അല്ലെങ്കിൽ ഏറ്റവും ദൗർഭാഗ്യരായിട്ടുള്ള ഒരു കുടുംബത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏറ്റവും ദുഃഖാർദ്ധമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഈ വീടും ഈ നാടും ഈ പരിസരവും എല്ലാം ഉള്ളത്. ഒരാൾക്കും കൃത്യമായി ഇത് സംബന്ധിച്ച് കൃത്യമായി വാക്കുകളിൽ ഒതുക്കാൻ കഴിയാത്തത്ര വിധം ആഘാതത്തിലേക്കാണ് ഇന്നത്തെ ഒരു പുലരി ഇവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. വളരെ ദുഃഖാർദ്ധമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഈ നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഉള്ളത്. ഈ നാട്ടിലെ എല്ലാ ആളുകളും ഇപ്പോൾ ആശുപത്രിയിലും കോന്നിയിലുമെല്ലാമായി നിൽക്കുകയാണ്.
തന്നെയാണ്. ഇപ്പോൾ ഈ വീട്ടിൽ അനുവിൻ്റെ അമ്മ അടക്കമുള്ളവരാണ് ഇവിടെയുള്ളത്. അവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി പരിസരവാസികളും ബന്ധുക്കളുമെല്ലാം ഇവിടേക്ക് എത്തിച്ചേരുകയാണ് ഇവിടെയുള്ളത്. ബന്ധുക്കളടക്കം ഇവിടേക്ക് എത്തിച്ചേരാനുണ്ട്. വിദേശത്തുള്ള ബന്ധുക്കളടക്കമുണ്ട്. നിഖിലിൻ്റെ സഹോദരി ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീട്ടിലുള്ള ബിജുവിൻ്റെ സഹോദരനടക്കമുള്ളവർ വിദേശത്താണുള്ളത്. അവരെല്ലാം തിരികെ എത്തേണ്ടതുണ്ട്. അവരെല്ലാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഈ ആഘോഷങ്ങളെല്ലാം ഇതിൻ്റെ വിവാഹത്തിൻ്റേതായിട്ടുള്ള ആഘോഷങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം വിദേശത്തേക്ക് മടങ്ങിയത്. കാരണം ആഘോഷപൂർവ്വം ഏതാണ്ട് 8 വർഷത്തോളം നീണ്ടു നിന്നൊരു പ്രണയമാണ് ഇവരുടേതുണ്ടായിരുന്നത്. നിഖിലിൻ്റെയും അനുവിൻ്റെയും ആ ഒരു പ്രണയ സാഫല്യം കഴിഞ്ഞ കൃത്യമായി പറഞ്ഞാൽ 15 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ആ പ്രണയം വിവാഹത്തിലേക്ക് എത്തുകയും ആഘോഷപൂർവ്വം ആഘോഷം നടത്തുകയും ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ക്രിസ്മസിനെല്ലാം വിവാഹത്തിന് ശേഷമുള്ള ആദ്യ ക്രിസ്മസ് എല്ലാം ആഘോഷപൂർവ്വം ആഘോഷിക്കാനും ഒപ്പം തന്നെ വലിയ രീതിയിൽ ഈ മറ്റ് വിദേശത്തേക്കടക്കം മടങ്ങിപ്പോകേണ്ട ഒരാവശ്യം കൂടിയുണ്ട്. കാരണം നിഖിലിനെ തിരികെ ജോലിയിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടിയിലേക്ക് നീങ്ങുകയെല്ലാം അത്തരത്തിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മറ്റ് ശ്രമങ്ങളിലേക്കെല്ലാം നീങ്ങുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സംഭവ വികാസം ഉണ്ടായത്. ഈ മലേഷ്യയിൽ നിന്ന് ഇന്ന് പുലർച്ചെ മടങ്ങിയെത്തുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ദുരന്ത വാർത്ത അല്ലെങ്കിൽ ദുരന്തം സംഭവിക്കുന്നത്. ഇനി മടങ്ങിയെത്തിയാൽ ഉടൻ തന്നെ കാനഡയിലേക്ക് തിരിച്ചു പോവുകയും വൈകാതെ തന്നെ അനുവിനെയും കൂടെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നടത്തിയിരുന്നത്. അത്തരത്തിൽ ആ പ്രണയ സാഫല്യം കല്യാണത്തിലൂടെ സംഭവിക്കുകയും പിന്നീട് തുറന്ന് ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ശ്രമത്തിലെല്ലാമായിരുന്നു ഈ കുടുംബവും ഈ ബന്ധുക്കളുമെല്ലാം ഉണ്ടായിരുന്നത്. അതിനിടെയാണ് ഇപ്പോൾ പൊടുന്നനെ അവരെ ഈ ദുരന്തം തട്ടിയെടുത്തത്. അതിൻ്റെ ആഘാതം ഈ വീട്ടുകാർക്കും അതുപോലത്തെ നാട്ടുകാർക്കും ഒന്നും പറഞ്ഞറിയിക്കാനാവാത്ത വിധം വലിയ ആഘാതവും ദുഃഖവും തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം 15 ദിവസം മുമ്പ് ഈ വീടും പരിസരവുമെല്ലാം വലിയ ആഹ്ലാദാരവങ്ങളോടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ആഘോഷപൂർവ്വം തന്നെയാണ് വിവാഹം നടന്നത്. എല്ലാവിധത്തിലും സന്തോഷത്തിൻ്റേതായിട്ടുള്ള നിമിഷങ്ങൾ. ഒപ്പം തന്നെ വിദേശത്തുള്ള ബന്ധുക്കളെല്ലാം ഈ വിവാഹത്തിൽ ഒത്തുചേരുകയും ചെയ്തു. കാരണം ഒരേ പള്ളി ഇടവകയിൽ ഉണ്ടായിരുന്ന പരസ്പരം അറിയാവുന്ന ബന്ധുക്കൾ കൂടിയാണ് ഇവരെല്ലാം. ഒപ്പം തന്നെ ഇവർക്ക് ഇവരുടെ പ്രണയത്തിനും വീട്ടുകാരുടെ അടക്കം പിന്തുണയുണ്ടായിരുന്നു, വിവാഹത്തിനും പിന്തുണയുണ്ടായിരുന്നു. അത്തരത്തിൽ ആഘോഷപൂർവ്വമുള്ളൊരു വിവാഹമാണ് കഴിഞ്ഞ 15 ദിവസങ്ങൾക്ക് മുമ്പ് നവംബർ 30-ാം തീയതി നടന്നത്. പക്ഷേ ആ സന്തോഷത്തിനും അതുപോലെ തന്നെ ആ വലിയ സന്തോഷത്തിൻ്റെ ആയിട്ടുള്ള ദിനങ്ങൾ അധികം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുന്നത്. പക്ഷേ ഈ മധുവിധു ആഘോഷിക്കുന്നതിന് വേണ്ടി മലേഷ്യയിലേക്ക് പോവുകയും തിരിച്ച് വരുന്നതിനിടയ്ക്ക് ഇത്തരത്തിൽ അപകടമുണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് അനുവിൻ്റെ വീടാണ്. അതായത് അനുവിൻ്റെയും പിതാവ് ബിജു പി ജോർജിൻ്റെയും വീടാണ്. ഇദ്ദേഹമാണ് വാഹനം ഓടിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള റോഡിനെ സംബന്ധിച്ച് റോഡിലെ മറ്റ് അപാകതകളൊന്നും ഇപ്പോൾ പ്രാഥമികമായി ഈ അപകടത്തിന് കാരണമാണെന്ന് പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ വേഗത ആഘാതമുണ്ടാക്കിയേക്കാം എന്നുള്ളൊരു നിഗമനം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ വാഹനം ഓടിച്ചിരുന്ന ബിജു പി ജോർജ് ഇത്തരത്തിൽ ഉറങ്ങിക്കാണുമോ എന്നുള്ളൊരു സംശയവും പങ്കുവയ്ക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരിൽ നിന്നും എല്ലാം ബന്ധുക്കളുമായി സംസാരിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ വരുന്നതിന് ഏതാണ്ട് 9 മണിയോടുകൂടി തന്നെ ഇവർ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചിരുന്നു. അതായത് ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. 9 മണിയോടുകൂടി തന്നെ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരികുകയും അവിടുന്ന് ഇങ്ങോട്ടുള്ളൊരു യാത്രയും അത് അത്തരത്തിലുള്ളൊരു നിരന്തരമായിട്ടുള്ളൊരു ഇടതടവില്ലാത്ത വിധം അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത വിധത്തിലുള്ളൊരു യാത്രയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു അരമണിക്കൂർ കൂടി യാത്ര ചെയ്താൽ, ഏതാണ്ട് 7 കിലോമീറ്റർ കൂടി യാത്ര ചെയ്താൽ ഇവരുടെ വീടുകളിലേക്ക് എത്തുമായിരുന്നു. ഈ അപകടം സംഭവിക്കില്ലായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, വിധി അത്തരത്തിലല്ല കണക്ക് കൂട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ വിധിയുടെ പദ്ധതി അങ്ങനെ ആയിരുന്നില്ല എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഒരു 7 കിലോമീറ്റർ ഈ വീടിന് 7 കിലോമീറ്റർ അകലെ വെച്ചാണ് ഇത്തരത്തിലുള്ളൊരു വൻ ദുരന്തമുണ്ടായത്. ആ ദുരന്തത്തിൽ ഈ 4 ജീവനുകൾ പൊലിയുകയും ചെയ്തു.
യുവമിഥുനങ്ങളും ഒപ്പം തന്നെ അവരുടെ പിതാക്കന്മാരുമാണ് ഈ അപകടത്തിൽ നഷ്ടപ്പെട്ടത്. ഇപ്പോൾ അവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ ശ്രേണിയിലുള്ളവർ, മത അധ്യക്ഷന്മാർ, അതുപോലെ തന്നെ അത്തരത്തിൽ പുരോഹിതർ ഇവരെല്ലാം ഇവിടേക്ക് എത്തി ഇവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏത് വാക്കുകൾ കൊണ്ടാണ് ഇവർക്ക് ആശ്വസിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു തരത്തിലും നമുക്ക് പറയാൻ കഴിയില്ല. വാക്കുകൾക്ക് അതീതം തന്നെയാണ് അവരുടെ ദുഃഖം, അവരുടെ അവസ്ഥ. ഒരു വാക്കുകൾക്കും അവരുടെ ഈ ദുഃഖത്തിൽ നിന്ന് കരകയറിക്കാനാവില്ല എങ്കിൽ കൂടിയും ഈ വലിയ രീതിയിലുള്ള അവർക്ക് പിന്തുണയുണ്ട്. അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒറ്റയ്ക്കല്ല, ഈ ദുഃഖത്തിൽ ഒറ്റയ്ക്കല്ല, ആ ദുഃഖം ഞങ്ങളും കൂടി പങ്കിടുന്നു എന്നറിയിക്കുന്നതിന് വേണ്ടി വിവിധ ശ്രേണിയിലുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അടുത്ത ഏറ്റവും ദുഃഖാർഹമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോവുകയാണ് ഈ കുടുംബവും നാട്ടുകാരുമെല്ലാം. നമുക്കറിയാം ഈ ക്രിസ്മസ് വരാനിരിക്കുകയാണ്. വിവാഹത്തിന് ശേഷമുള്ളൊരു ആദ്യ ക്രിസ്മസിന് വേണ്ടി ഇത്തരത്തിൽ ഈ ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു. വിവാഹത്തിന് ശേഷമുള്ള ആദ്യ ക്രിസ്മസ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. കാരണം 8 വർഷത്തെ പ്രണയമാണ് പൂവണിഞ്ഞിരിക്കുന്നത്. ഇവർ പള്ളി കൊയറിലെല്ലാം ഒരുമിച്ചായിരുന്നു ഈ നിഖിലും അനുവുമെല്ലാം ഉണ്ടായിരുന്നത്. അത്തരത്തിൽ അവരുടെ പ്രണയമെല്ലാം വളരെ മനോഹരമായി തന്നെ ഈ 8 വർഷം മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് വീട്ടുകാർക്കും ഇത്തരത്തിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പരസ്പരം അറിയാവുന്ന വീട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ ആഘോഷപൂർവ്വം അവരുടെ വിവാഹവും നടത്തി. ആ വിവാഹത്തിന് ശേഷമുള്ള ആദ്യ ക്രിസ്മസ് ഒരുമിച്ച് ആഘോഷിക്കുകയും പിന്നീട് വിദേശത്തേക്ക് മടങ്ങുകയും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചെല്ലാം. അത്തരത്തിൽ ഏറ്റവും സന്തോഷഭരിതമായിട്ടുള്ളൊരു നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു നിഖിലും അനുവും. അവർക്ക് ഏറ്റവും മനസ്സിന് ഇഷ്ടപ്പെട്ട വധുവിനെയും വരനെയും തന്നെ നൽകാൻ സാധിച്ചതിൽ സന്തോഷത്തോടെ തന്നെയായിരുന്നു ഈ മാതാപിതാക്കളും ഉണ്ടായിരുന്നത്. പക്ഷേ ആ പിതാക്കളുടെയും അതുപോലെ തന്നെ ആ യുവമിഥുനങ്ങളുടെയും സന്തോഷം പൊടുന്നനെ ഇന്നത്തെ പുലർച്ച പൊഴിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. ആ ദുരിതക്കയത്തിൽ നിന്ന് ഈ കുടുംബം എങ്ങനെ കരകയറുമെന്നത് സംബന്ധിച്ച് നമുക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ കരകയറിയേ മതിയാവൂ. അതിനുവേണ്ടി ആശ്വാസ വാക്കുകളുമായി ഈ വീടുകളിലേക്ക് നിരവധിയായിട്ടുള്ള ജനങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇവരെ അറിയാവുന്നവർ, അറിയാത്തവരെല്ലാം ഈ ബന്ധുവീടുകളിലേക്ക് എത്തുകയാണ്. ഇവരുടെ ബന്ധുമിത്രാദികൾ ഈ വിവാഹാഘോഷം കഴിഞ്ഞ് ഏതാണ്ട് 3-4 ദിവസത്തിനകം തന്നെ തിരികെ പോയിരുന്നു. അവർ ഇനി തിരികെ വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കുകയും നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും ചടങ്ങുകൾ നടക്കുക എന്നാണ് മിഥുനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത ഇത് കൂടുതലായും അപകട മേഖലയാണ് എന്നുള്ള ഒരു ആരോപണം നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. അത് ആശങ്കയ്ക്ക് വക നൽകുന്നതുമാണ് അവിടുത്തെ റെക്കോർഡ്സ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മിഥുൻ, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്ന സ്ഥലമാണ് ഈ പുനലൂർ മൂവാറ്റുപുഴ ദേശീയ സംസ്ഥാന പാതയുടെ പത്തനംതിട്ട ജില്ലയിലൂടെ കടന്നു പോകുന്ന 45 കിലോമീറ്റർ ഭാഗം. ഇന്നലെയും അപകടമുണ്ടായി. ഇന്നലെ പിക്കപ്പ് വാനും ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. അതിന് തൊട്ട് പിന്നാലെയാണ് ഒരു ദിവസം തികയും മുൻപ് അടുത്ത ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ 4 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അവരുടെ എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നും 4 പേരുടെയും മൃതദേഹങ്ങൾ ഇടത്തിട്ടയിലെ മോർച്ചറിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇടത്തിട്ടയിലെ മൊബൈൽ മോർച്ചറിയിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. വിദേശത്തു നിന്നും ബന്ധുക്കൾ എത്താനുണ്ട്. ബന്ധുക്കൾ എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളിൽ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനമുണ്ടാവുക. ഇന്ന് വൈകിട്ടോടുകൂടി ഈ കാര്യത്തിൽ ഒരു തീരുമാനം വ്യക്തത വരുത്തുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. വിദേശത്ത് നിന്ന് ഒട്ടനവധി ബന്ധുക്കൾ എത്താനുണ്ട്. ഈ വിവാഹാഘോഷവുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് എത്തിയ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വിദേശത്തേക്കൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ 2 കുടുംബത്തിലെയും ആളുകൾ തിരികെ മടങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെ അവർ എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഇനിയുള്ളത്. അത് നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ആയിട്ട് സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നാണ് പറയുന്നത്. ഒരേ ഇടവകയിൽപ്പെട്ട ആളുകളാണ് അനുവിൻ്റെയും നിഖിലിൻ്റെയും കുടുംബം. തൊട്ടടുത്ത വീടുകളിൽ ഉള്ളവരാണ്, ഒരേ ഇടവക പള്ളിയിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഒരേ സമയത്ത് തന്നെ പൊതുദർശനം ക്രമീകരിച്ച് 2 വീടുകളിലായി പൊതുദർശനം ക്രമീകരിച്ച് ഒരേ സമയത്ത് സംസ്കാരം നടത്തുന്നതിനുള്ള നടപടികളായിരിക്കും ഉണ്ടാവുക. അത് സംബന്ധിച്ചിട്ടുള്ള അന്തിമമായിട്ടുള്ള ഒരു വ്യക്തത ഇന്ന് വൈകുന്നേരത്തോടുകൂടി കുടുംബാംഗങ്ങളുടെ കൂടിയാലോചനകൾക്ക് ശേഷം ഉണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇടത്തിട്ടയിലുള്ള മോർച്ചറിയിലാണ് ഇപ്പോൾ 4 പേരുടെയും മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. അനുവിൻ്റെ പിതാവ് ബിജു ജോർജ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ മുൻ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ഒട്ടനവധി വ്യക്തിബന്ധങ്ങളുള്ള സൗഹൃദങ്ങളുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു പത്തനംതിട്ട ജനറൽ ആശുപത്രി. 6 വർഷമാണ് സൈനിക ജീവിതത്തിന് ശേഷം അദ്ദേഹം ഇവിടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നത്, സെക്യൂരിറ്റിയായി ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങളും
അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഒരു 10 മിനിറ്റ് സമയത്തോളം പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുൻപിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. അതിനുശേഷമാണ് അത് മൃതദേഹം ഇവിടെ നിന്ന് ഇടത്തട്ടയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. 4 മൃതദേഹങ്ങളും ഇടത്തട്ടയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇനി ബന്ധുക്കൾ എത്തുന്ന സമയക്രമീകരണങ്ങളെല്ലാം വിശദമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമായിരിക്കും സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളിലേക്ക് കടക്കുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. 1.5 കിലോമീറ്റർ ദൂരപരിധിയിലാണ് അനുവിൻ്റെയും നിഖിലിൻ്റെയും വീടുകളുള്ളത്. 2 ഭാഗത്തു നിന്നുമുള്ള ബന്ധുക്കൾ എത്താനുമുണ്ട്. ഒരേ പള്ളി ഇടവകയാണ്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം ഇനി അനുബന്ധമായിട്ട് തീരുമാനിക്കേണ്ടതുണ്ട്. എന്തായാലും ഇവിടുത്തെ ഈ പോസ്റ്റ്മോർട്ടം നടപടികളുമെല്ലാം അന്തിമമായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി മൃതദേഹങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി അടുത്ത സംസ്കാരത്തിൻ്റെ ഘട്ടത്തിലേക്കായിരിക്കും കിടക്കുക. പുനലൂർ മൂവാറ്റുപുഴ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ നിരന്തരമായിട്ടുള്ള അപകടങ്ങൾ, അപകടക്കെണിയായി മാറുന്ന ചോരപ്പുഴയായി മാറുന്ന റോഡ്, നിരവധിയായ അപകടങ്ങൾ എല്ലാ ദിവസവും തുടർ പരമ്പര പോലെ സംഭവിക്കുന്ന റോഡ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അപകടത്തിലും വാഹനം ഓടിച്ച അനുവിൻ്റെ പിതാവ് ബിജു ഉറങ്ങിപ്പോയതായിരിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചനകളായി വിലയിരുത്തലുകൾ ഉണ്ട്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വേഗത, ഡ്രൈവർ ഉറങ്ങിപ്പോയത് തുടങ്ങിയ കാരണങ്ങളെല്ലാം പരിശോധിക്കപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള കാരണങ്ങൾ അവിടെ നിലനിൽക്കുമ്പോഴും ഈ റോഡ് ഇങ്ങനെ നിരവധിയായിട്ടുള്ള അപകട പരമ്പരകൾക്ക് കാരണമാകുന്ന ഒരു റോഡ് ആണ് എന്നുള്ളത് ഇത് ഒറ്റപ്പെട്ട ഒരു അപകടമല്ല. റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിലെ പാകപ്പിഴകളെല്ലാം ഈ അപകടങ്ങൾ വരുത്തിവെക്കുന്ന കാരണമായിട്ട് മാറുന്നുണ്ട്. നാട്ടുകാർ ഉന്നയിക്കുന്ന പരാതിയിൽ കഴമ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമായിട്ട് പറയേണ്ടത്. ഒപ്പം ഈ അപകട സൂചനാ ബോർഡുകളോ അപകട സൂചനാ വിളക്കുകളോ ഒന്നും കാര്യമായിട്ട് ഈ റോഡുകളിലെങ്കും ഇല്ല എന്നുള്ളതും എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഇക്കാര്യങ്ങളിലെല്ലാം വിശദമായിട്ടുള്ള പരിശോധന ഉണ്ടാകുമെന്നാണ് ജില്ലാ കളക്ടറും കോന്നി MLA ജിനേഷ് കുമാറും ഈ ആശുപത്രി സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം പറഞ്ഞിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പും റോഡ് സേഫ്റ്റി അതോറിറ്റി ആളുകളുമൊക്കെയായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും, കൂടിയാലോചനകൾ ഉണ്ടാകും. ഈ റോഡിൽ അപകട സൂചനാ ബോർഡുകളും ദിശാ സൂചന ബോർഡുകളും എല്ലാം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ അടിയന്തരമായി തന്നെ നടപ്പാക്കുമെന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും റോഡ് അപകടത്തിൽ 4 വിലപ്പെട്ട മനുഷ്യജീവൻ കൂടി വീണ്ടും പൊലിഞ്ഞിരിക്കുന്നു. ദാരുണമായ സംഭവത്തിന്റെ ഞെട്ടലോടുകൂടി വീണ്ടും കേരളത്തിന് ഉറക്കം എഴുന്നേൽക്കേണ്ടി വരുന്നു. കാരണം ദിവസങ്ങളിൽ പാലക്കാടുണ്ടായ സംഭവത്തിനൊക്കെ സമാനമായ രീതിയിൽ തന്നെ ഉള്ള ഒരു അപകട വാർത്ത, ദാരുണ സംഭവം പത്തനംതിട്ടയിൽ വീണ്ടും ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. അനു. മിഥുൻ അയ്യപ്പൻ, മിഥുൻ മുരളി എന്നിവരാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലെ അപകട മരണത്തിൽ ഞെട്ടലോടെ നിഖിലിൻ്റെയും മത്തായി അയ്യപ്പൻ്റെയും ബന്ധുക്കളും നാട്ടുകാരും. വിവാഹ ആഘോഷങ്ങൾ അവസാനിക്കും മുമ്പേയുള്ള ദുരന്തം നാട്ടുകാർക്ക് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. ദുഃഖാർദ്ര ദിനമായി നാട്ടുകാർക്ക് ഇന്നേ ദിനം. ഇപ്പോൾ ഈ കുടുംബം 2 കുടുംബം നമുക്കറിയാവുന്നതാ. ഇത് മകൻ്റെ വിവാഹം നടന്നല്ലോ. മോൻ്റെ ഫാദറാണ് ഇവിടെ ഉള്ളത്. ഫാദർ അവരുടെ കുടുംബമാണ്. പറയാനൊന്നും കിട്ടുന്നില്ല. നമ്മൾ അത്ര സ്നേഹത്തിൽ കഴിഞ്ഞേ വരാം. എല്ലാം നല്ല മനുഷ്യൻ, ആൾക്കാരുമായിട്ടുള്ള നല്ല ഇടപെടലും നല്ല ആൾക്കാരുമായിരുന്നു. വിവാഹത്തിലെല്ലാം പങ്കെടുത്ത പിന്നെ നമ്മുടെ പിള്ളേരാണ് രണ്ടുപേരും. നല്ല സന്തോഷത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊരു 15 ദിവസമേ ആ സന്തോഷം പങ്കിടാൻ പറ്റുകയുള്ളൂ. നല്ലൊരു കുടുംബം, നല്ലൊരു കുഞ്ഞുങ്ങളും, എന്ത് പറയണമെന്ന് അറിയത്തില്ല, എങ്ങനെ സമാധാനിപ്പിക്കണമെന്നും അറിയത്തില്ല, എന്തിന് വാക്കുകളില്ല, എന്ത് പറയണമെന്നുള്ളത്. അവർ 8 വർഷം പ്രണയിച്ച് നല്ല കുഞ്ഞുങ്ങൾ, നല്ല പള്ളിയിലും എല്ലാം ആക്റ്റീവായിരുന്നു. അവൾ അന്നേരം പള്ളി കൊയറിലും മെമ്പറും, 2 പേരും കൊയറിലും അതും എല്ലാം നല്ല കുഞ്ഞുങ്ങളായിരുന്നു. ആക്റ്റീവ് മെമ്പേഴ്സായിരുന്നു 2 പേരും എല്ലാം. പക്ഷേ ഒരു മാസം ആയില്ല എൻ്റെ കടയ്ക്കകത്തോട്ട് പിക്കപ്പ് ഇടിച്ച് കയറി എൻ്റെ കടയ്ക്കകത്ത്. അത് കഴിഞ്ഞ് അതിൻ്റെ 2 മാസം മുമ്പാണ് എൻ്റെ ഹോണ്ട സിറ്റി പുതിയ വണ്ടി ഈ സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു തിരുവനന്തപുരത്ത് പോലീസ് വണ്ടി വന്നിട്ട് ഇടിച്ച് പറിച്ച് കംപ്ലീറ്റ് ടോട്ടൽ ലോസാക്കി. മഴ പെയ്യുമ്പോൾ സ്ലിപ്പ് ചെയ്യുക. എല്ലായിടത്തും പറഞ്ഞു ഒരു പ്രയോജനമില്ല. ഒരു 300 പേര് ഞാൻ ഒപ്പിടിച്ച് 300 പേര് ചേർന്ന് പരാതി കൊടുത്തിട്ട് പഞ്ചായത്തിൽ കൊടുത്തു. അപ്പോൾ കൂടുതൽ SI പറഞ്ഞത് നിങ്ങൾ കംപ്ലൈൻറ്റ് എഴുതി പഞ്ചായത്തിൽ കൊടുക്കുക. പഞ്ചായത്ത് ആ ലെറ്റർ ഞങ്ങൾക്ക് ഫോർവേഡ് ചെയ്യും. അന്ന് ഞാൻ 2 ദിവസം കൊണ്ടുപോയി മൊത്തം 300 പേരുടെ സൈനിൽ കൊണ്ടു കൊടുത്തു. ഒരു പ്രയോജനമില്ല. അപ്പോൾ മാസം 4 ആയി. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒരു മനുഷ്യരുടെ ഉത്തരവാദിത്വമില്ല. എല്ലാം കണക്കും. പത്തനംതിട്ട ദുരന്തത്തിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. റോഡുകളിലെ അപാകതകൾ പരിശോധിക്കാൻ ചൊവ്വാഴ്ച യോഗം ചേരുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. സ്വിഫ്റ്റ് ബസ്സുകൾ കൂടുതലായി അപകടമുണ്ടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് പ്രത്യേക പരിശീലനം നൽകും. വളവുകളിൽ വാഹനങ്ങൾ റോഡ് നിയമങ്ങൾ പാലിക്കുന്നില്ല. KSRTC വാഹനങ്ങൾക്ക് പ്രത്യേകം നിർദ്ദേശം നൽകുന്നുണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഉറങ്ങിപ്പോയതാണെന്നാണ് പ്രാഥമികമായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരുടെ
പോലീസിൻ്റെയും വിലയിരുത്തൽ. അതല്ലാതെ മറ്റ് സംഭവിക്കുന്ന അപകടങ്ങളിൽ പലതും നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ അപകടങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. ഇക്കാര്യം നമ്മൾ പഠിക്കുകയും പരിശോധിക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വരുത്തിക്കൊണ്ട് പോലീസിനെ കൂടി ഉൾപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു വലിയ ഡ്രൈവ് നടത്താൻ നമ്മൾ ശ്രമിക്കും. ഡ്രൈവ് നടത്തുമ്പോൾ നമുക്ക് ഈ കുറ്റകൃത്യങ്ങൾ പിടിക്കാമെന്നുള്ളതല്ലാതെ അവനവൻ പാലിക്കേണ്ട ചില അച്ചടക്കങ്ങളുണ്ട്. പിന്നെ റോഡുകൾ നന്നാകുന്നു എന്ന് നമുക്ക് കുറ്റം പറയാം. റോഡ് നന്നാകുന്നില്ല എന്നാണ് പൊതുജനങ്ങളുടെ ആരോപണം ഉണ്ടായിരുന്നത്. ഇപ്പോൾ റോഡുകൾ നന്നായപ്പോൾ അത് നമ്മളതിനെ കുറ്റം പറയേണ്ടതില്ല. അതിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിയന്തരമായി ഇപ്പോൾ പാലക്കാട് സംഭവിച്ചതുള്ള റോഡിൻ്റെ ഒരു അപാകതയുണ്ട്, അത് പരിഹരിക്കേണ്ടതുണ്ട്. എരുമേലി മുക്കൂട്ടുതറയിൽ ശബരിമല തീർത്ഥാടക വാഹനം തോട്ടിലേക്ക് മറിഞ്ഞ അപകടം 3 പേർക്ക് പരിക്കേറ്റു. ബംഗളൂരു സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന്റെ കാരണം. പത്തനംതിട്ടയിലെ റോഡ് അപകടങ്ങളെപ്പറ്റി ഇന്നലെ മിഥുൻ മുരളി നൽകിയ റിപ്പോർട്ട് ഒന്നുകൂടി കാണാം. ജീവൻ എടുക്കുന്ന അപകട കെണികൾ ഒളിഞ്ഞിരിക്കുന്ന റോഡുണ്ട് പത്തനംതിട്ടയിൽ. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ ജില്ലയിലൂടെ കടന്നുപോകുന്ന 45 കിലോമീറ്റർ ഭാഗത്ത് അപകടങ്ങൾ ഒഴിഞ്ഞ ദിവസങ്ങളുമില്ല. വളവുകൾ നിവർത്താതെയുള്ള റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടങ്ങൾ പതിവാക്കുന്നത്. ആവർത്തിക്കപ്പെടുന്ന അപകടങ്ങളാൽ ചോരക്കളമായി മാറിയ റോഡാണിത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത. അപകട പരമ്പരകൾ ഉണ്ടായപ്പോൾ നാട്ടുകാർ അധികൃതർക്ക് പരാതികൾ നൽകിയതിന് കണക്കില്ല. പക്ഷെ നടപടികളൊന്നും ഉണ്ടായില്ല. ഒരു വലിയ അപകടത്തിന് കാത്തു നിൽക്കും പോലെ അനങ്ങാപ്പാറ നയം തുടരുകയാണ് അധികൃതർ. 1 വർഷം മുമ്പ് റോഡിന് സമീപത്തെ പള്ളിയുടെ കമാനത്തിലേക്ക് KSRTC ബസ് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിന്റെ ഞെട്ടൽ നാട്ടുകാർക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അന്നുണ്ടായ ആ അപകടത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. ഈ അപകടം നടന്ന പള്ളിപ്പടിയിൽ നിന്നും അല്പം മാറി കുമ്പഴ മല്ലശ്ശേരിയിലുണ്ടായ മറ്റൊരു അപകടത്തിന്റെ ദൃശ്യത്തിലേക്ക്. ഡിവൈഡറിൽ കാറിടിച്ചായിരുന്നു അപകടം. അപാകതയിൽ നിർമ്മിച്ച ആ ഡിവൈഡർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. 2 ആഴ്ച മുൻപാണ് കലഞ്ഞൂരിൽ രോഗിയുമായി പോയ ആംബുലൻസും KSRTC ബസ്സും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. മൈലപ്രയിൽ അടുത്തിടെ ശബരിമല തീർത്ഥാടകരുടെ വാഹനവും അപകടത്തിൽപ്പെട്ടു. കൊടുംവളവിൽ നിയന്ത്രണം തെറ്റിയും അമിത വേഗത്തിലെത്തി മറ്റു വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറിയുമാണ് അപകടങ്ങൾ ഏറെയും. റോഡിന്റെ അലൈൻമെന്റിലടക്കം അശാസ്ത്രീയ നിർമ്മാണം നടന്നതിന്റെ ഫലമാണ് അപകട പരമ്പരയെന്ന് നാട്ടുകാർ പറയുന്നു. ഏകദേശം 14 മീറ്ററിന് ഉള്ളിലാണ് റോഡിന്റെ നിർമ്മാണം. നമുക്കറിയാം, ഒരു ഹൈവേ എന്ന് പറയുമ്പോൾ 14 മീറ്ററിനുള്ളിൽ എങ്ങനെ, അതും ദിനംപ്രതി വാഹനങ്ങൾ പെരുകുകയാണ്. അതുപോലെ തന്നെ അലൈൻമെന്റ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. അലൈൻമെന്റ് തന്നെ ഏകദേശം വ്യത്യാസമാണ്. വളവുകൾ കൃത്യമായ അപകടകരമായ വളവുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിർമ്മാണത്തിൽ കൃത്യമായ അപാകതയാണ്, അലൈൻമെന്റിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിന്റെ പാകപ്പിഴവാണ് ഇതിന്റെ നിർമ്മാണത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വകയാർ, കോന്നി, ചിറ്റൂർമുക്ക്, ഇലകൊള്ളൂർ, മല്ലശ്ശേരിമുക്ക്, മണ്ണാർകുളിഞ്ഞി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അപകടങ്ങൾ പതിവാണ്. മിക്കവാറും സമയം ജനത്തിരക്കേറിയ റോഡുമാണിത്. സ്കൂളുകളടക്കമുള്ള നിരവധി സ്ഥാപനങ്ങളും ഈ മേഖലകളിൽ ഉണ്ടെന്നതും നെഞ്ചിടിപ്പ് കൂട്ടുന്നു. ഇത്രയധികം വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റുന്ന റോഡിൻ്റെ വീതിയോ മറ്റുള്ള കാര്യങ്ങൾ തന്നെ ഈ റോഡിനില്ല. പിന്നെ ഈ പറഞ്ഞ റോഡിൻ്റെ വളവ് നിവൃത്തിയാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദൂരെ ഡിസ്റ്റൻസിൽ ദൂരെ നിന്ന് വരുന്നൊരു വാഹനമാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വാഹനത്തെ എതിരെ വരുന്നൊരു വാഹനത്തിനെ കാണാൻ പറ്റുന്ന രീതിയിലല്ല ഇത് ചെയ്തിരിക്കുന്നത്. വളവുകൾ നൂത്തി ചെയ്യുക തന്നെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും തന്നെ ഇത് ചെയ്തിട്ടില്ല. റോഡ് ലെവലായിട്ട് ചെയ്യത്തില്ലായിരിക്കും. ചെയ്താൽ ഒത്തിരി കുഞ്ഞുങ്ങളുടെ ജീവനങ്ങൾ രക്ഷപ്പെടും. അപകട സൂചന ബോർഡുകളും വിളക്കുകളും പോലും ഈ പാതകളിൽ കാര്യമായില്ല. അപകടങ്ങൾ പതിവായ റോഡിന്റെ നിർമ്മാണ അപാകതകൾ പരിഹരിക്കാൻ അധികൃതർക്ക് എന്തേ വൈമുഖ്യം? വിലപ്പെട്ട മനുഷ്യജീവനുകൾ ഇനിയും റോഡുകളിൽ പൊലിയാതിരിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് നാട്ടുകാർക്കൊപ്പം ഞങ്ങൾക്കും പറയാനുള്ളത്. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട.
ഇടവേള. മെക്സവൻ വിവാദത്തിൽ മലക്കം മറിഞ്ഞ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ. മെക്സവനെ എതിർക്കേണ്ടതില്ല, കൂട്ടായ്മയെ ഹൈജാക്ക് ചെയ്യാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. തീവ്ര ചിന്താഗതിക്കാർ നുഴഞ്ഞു കയറി ആശയം പ്രചരിപ്പിക്കാൻ ശ്രമം നടത്തുന്നു. അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ് പറഞ്ഞതെന്നും പി മോഹനൻ പറഞ്ഞു. പി മോഹനൻ നേരത്തെ പറഞ്ഞതും ഇന്ന് പറഞ്ഞതുമായ വാക്കുകൾ കാണാം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് മടങ്ങിയെത്താം. ഗോകുൽ കെ വേണുഗോപാൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗോകുൽ, 2 ദിവസം പറഞ്ഞത് മാറ്റി പറയുകയാണല്ലോ ഇപ്പോൾ. പി മോഹനൻ തന്റെ നിലപാടിൽ നിന്ന് പൂർണ്ണമായിട്ടും മലക്കമറിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ വെച്ച് നടന്ന തളിപ്പറമ്പ് ഏരിയ സമ്മേളനത്തിലായിരുന്നു മോഹനൻ ഈ മെക്സവൻ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തിയത്. അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നെടുത്ത കാര്യങ്ങളെ ആസ്പദമാക്കിയായിരുന്നു കാര്യം വിശദീകരിച്ചത്. അതായത് കോഴിക്കോട് ജില്ലയിലെ കക്കോടി, ബാലുശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള വ്യായാമ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് ആ ഭാഗത്തെ സഖാക്കൾ തന്നെ വിളിച്ചറിയിച്ചു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ അത് എത്തിപ്പെട്ടത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കലിലേക്കാണ്. വീണ്ടും അന്വേഷണം നടത്തിയപ്പോൾ അതിന്റെ അഡ്മിന്മാർ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒക്കെ ഉണ്ടാക്കിയാണ് ആളുകളെ ഇങ്ങനെ വ്യായാമ കൂട്ടായ്മയിലേക്ക് പങ്കെടുപ്പിക്കുന്നത്. അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിന്മാരെ പറ്റി പരിശോധിച്ചപ്പോഴാണ് അത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണ്, നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ് എന്ന കാര്യം മനസ്സിലാക്കിയത്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ മതരാഷ്ട്രവാദങ്ങൾക്ക് മറയിടുന്ന പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ള വ്യായാമ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിലൂടെ പോപ്പുലർ ഫ്രണ്ട് നടത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചാണ് അല്ലെങ്കിൽ തീവ്രവാദ ശക്തികളെ കൂട്ടുപിടിച്ചാണ് ഇത്തരത്തിലുള്ള വ്യായാമ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് പി മോഹനൻ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ പ്രസംഗിച്ചതാണ്. അത് വലിയ വിവാദമായി. മെക്സവനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പുറത്തു വന്നു. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കിടയിൽ വളരെ വലിയ രീതിയിൽ 1000-ലധികം യൂണിറ്റുകൾ മലബാറിൽ മാത്രം അവർ രൂപീകരിക്കുകയും ഓരോ ദിവസം അനുദിനമാ സംഘടന വളർന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെ എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ വ്യാപൃതമായി. പക്ഷേ CPM-നകത്ത് ഈ പി മോഹൻ അനുകൂലമായിട്ടുള്ള ഒരു വാദം ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം CPM-നകത്ത് പി മോഹൻ ഒറ്റപ്പെട്ടു. മോഹനൻ പറഞ്ഞതിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അതിനെ സംശീകരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു മറുപടികളോ അല്ലെങ്കിൽ വാദങ്ങളോ CPM-നകത്ത് വന്നിട്ടില്ല. ആ ഘട്ടത്തിലാണ് പി മോഹനൻ തന്റെ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. മെക്സവനെ കുറിച്ചിട്ടല്ല പറഞ്ഞത്. മെക്സവനെ പോലെയുള്ള വ്യായാമ കൂട്ടായ്മ നല്ലതാണ്, അതിനെ ആരെങ്കിലും ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, അതിനെതിരെയാണ് പറഞ്ഞത്. തീവ്രവാദ ശക്തികൾ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ നടക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ് പറയുന്നത്. CPM-ന് മെക്സവനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ അദ്ദേഹം ആ പ്രസംഗം അവസാനിപ്പിക്കുമ്പോഴും ഈ തളിപ്പറമ്പിൽ പറഞ്ഞ കാര്യത്തോട് നീതി പുലർത്തുന്ന രീതിയിൽ ഒരു വാചകം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ കൂട്ടായ്മയിലേക്ക് നുഴഞ്ഞു കയറ്റം നടക്കുന്നുണ്ട് എന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. നേരത്തെ മെക്സവൻ എന്ന് പറഞ്ഞ കൂട്ടായ്മയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് മലക്കം മറിഞ്ഞ് മെക്സവൻ എന്ന് പറഞ്ഞ കൂട്ടായ്മയിലേക്ക്, വ്യായാമ കൂട്ടായ്മയിലേക്ക് തീവ്രവാദ ശക്തികളുടെ ഒരു നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കണമെന്ന കാര്യമാണ് താൻ ഉദ്ദേശിച്ചത്. താൻ പറഞ്ഞതിനപ്പുറത്തേക്ക് കൂടുതൽ വ്യാഖ്യാനങ്ങളൊന്നും നൽകേണ്ടതില്ല എന്നൊരു വിശദീകരണമാണ് അല്പസമയം മുമ്പ് പി മോഹനൻ നടത്തിയിട്ടുള്ളത്. എന്തായാലും
രണ്ടാഴ്ചക്കുള്ളിൽ തന്റെ നിലപാടിൽ നിന്ന് വലിയ രീതിയിൽ മലക്കം മറിയുകയും, എന്നാൽ മലക്കം മറിഞ്ഞതിൽ തന്നെ താൻ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് വസ്തുതയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രതികരണം നടത്താൻ കൂടിയിട്ടാണ് പി മോഹനൻ തയ്യാറാവുന്നത്. ഈ കൂട്ടായ്മയ്ക്കെതിരെയല്ല, മെക്സവൻ എന്ന് പറയുന്ന കൂട്ടായ്മയ്ക്ക് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന് പറയുന്നില്ല, ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറയുന്നില്ല. എന്നാൽ ഈ കൂട്ടായ്മ ഹൈജാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതിലേക്ക് തീവ്രവാദ ശക്തികൾ കടന്നു വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനെ എന്തായാലും ജാഗ്രതയോടുകൂടി കാണണം എന്ന രീതിയിൽ മലക്കം അറിയുന്ന പ്രസ്താവന മോഹന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതിന് പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ടാണ് മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ കൂട്ടായ്മയ്ക്ക് പിന്നിലെന്ന് എന്ന് പറയുകയും തീവ്രവാദ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് വ്യായാമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറയുകയും പറഞ്ഞതിന് ശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മെക്സവന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ SDP ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മെക്സവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുൻ മന്ത്രിയായിട്ടുള്ള അഹമ്മദ് ദേവർകോവിലും ഇത് വിവാദമാക്കേണ്ട ആവശ്യമില്ല, മെക്സവൻ എന്ന് പറയുന്നത് കേവലം വ്യായാമ കൂട്ടായ്മയാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ടേക്ക് വന്നു. ഇടതുമുന്നണിക്കകത്തും CPM-നകത്തും പി മോഹനൻ പറഞ്ഞതിന് അദ്ദേഹത്തോട് യോജിക്കുന്ന രീതിയിൽ ഒരു പ്രതികരണം നടത്താൻ CPM-ന്റെ മറ്റ് നേതാക്കൾ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ രീതിയിൽ മലക്കം മറിഞ്ഞുകൊണ്ട് മെക്സവനെ അടച്ചാക്ഷേപിക്കുകയല്ല താൻ ചെയ്തത്, അതിലേക്ക് ആളുകൾ നുഴഞ്ഞു കയറാനുള്ള ശ്രമത്തെ സൂചിപ്പിക്കുകയായിരുന്നു, അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത് എന്നൊരു വിശദീകരണം നൽകിക്കൊണ്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. അതേസമയം തന്നെ BJP ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടണമെന്നും വ്യായാമ കൂട്ടായ്മയുടെ മറവിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന രീതിയിൽ മുന്നോട്ടേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. അനു, വലിയ വിവാദമായ ഒരു പ്രസ്താവനയായിരുന്നല്ലോ അന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, അതോടൊപ്പം തന്നെ സമസ്തയുടെ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഗോകുൽ, ഈ തെളിവുകളില്ല അല്ലെങ്കിൽ സംശയങ്ങളില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ദിവസം ഇതിനെ എതിർത്ത് അന്ന് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കേണ്ടിയിരുന്നു എന്ന ചോദ്യം കൂടി ബാക്കിയാവുന്നില്ലേ? അതിനെ തുടർന്ന് എത്രത്തോളം ചർച്ചകൾ നടക്കുകയുണ്ടായി? ഈ കൂട്ടായ്മയ്ക്ക് പിന്നിൽ അല്ലെങ്കിൽ ഇതിൻ്റെ അജണ്ട ആരോഗ്യം തന്നെയാണോ അതോ സാമുദായികമാണോ എന്നൊരു വലിയ ചോദ്യം കൂടിയെന്ന് കേരള ജനത ചോദിക്കുകയുണ്ടായില്ലേ? അതുതന്നെയാണ് ഈ പി മോഹനന്റെ അന്നത്തെ പ്രസംഗം, തളിപ്പറമ്പിൽ വെച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം കേട്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ വിഷയത്തെ പറ്റി സമഗ്രമായി പഠിച്ചതിന് ശേഷം അത് എന്താണ് എന്ന് തനിക്ക് മുൻപിലുള്ള ആളുകളോട് വിശദീകരിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ കേട്ടതാണ്. അതായത് കോഴിക്കോട് ജില്ലയിലെ കക്കോടി, ബാലുശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ അതിരാവിലെ 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന വ്യായാമ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതായിട്ട് അവിടെയുള്ള സഖാക്കൾ തന്നെ വിളിച്ചു പറയുന്നു. അതിനെ ചൊല്ലി തങ്ങൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം നടത്തിയതിനു ശേഷം ആ അന്വേഷണം എത്തിപ്പെട്ടത് നിങ്ങളുടെ ജില്ലയിലാണ്, അതായത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂരിലാണ് അദ്ദേഹം ഈ രീതിയിൽ പ്രസംഗിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ ഉളിക്കലാണ്. വീണ്ടും അന്വേഷണം നടത്തിയപ്പോൾ അതിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരാണ്. ഈ ഗ്രൂപ്പുകളുടെ, അതായത് മെക്സവന്റെ കൂട്ടായ്മ ഓരോ സ്ഥലത്തും ഈ വ്യായാമം സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെ കൂട്ടായ്മയുടെ അഡ്മിൻ ഈ പോപ്പുലർ ഫ്രണ്ടുകാരാണ് എന്ന രീതിയിൽ വളരെ വിശദമായിട്ട് അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്റെ മുന്നിലുള്ള ആളുകളോട് മനസ്സിലാക്കിപ്പിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് വലിയ വിവാദമായി. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ AP വിഭാഗ സമസ്തയിലെ നേതാക്കന്മാരൊക്കെ ഈ മെക്സവനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. SYS-ന്റെ നേതാക്കന്മാരായിട്ടുള്ള മുഹമ്മദ് അലി കിനാരൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെതിരെ രംഗത്ത് വരുന്ന കാര്യമുണ്ടായിരുന്നു. മുഹമ്മദ് അലി കിനാരൂരൊക്കെ കുറച്ച് നാളുകളായിട്ട് ഈ വിഷയത്തിൽ ഫേസ്ബുക്കിൽ കുറിപ്പെഴുതുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. മുസ്ലിം സമുദായത്തിനകത്ത് പോലും ഇത് സുന്നി വിഭാഗത്തെ തകർത്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ്, അതിനെതിരെ കരുതിയിരിക്കണമെന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ശക്തമായിരുന്നു. ആ രീതിയിലുള്ള പ്രതികരണങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അതിനെ ചുവടുപിടിച്ച് തന്നെയാണ് പി മോഹനൻ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി മോഹനൻ ഈ രീതിയിലൊരു വിശദീകരണം നടത്താനും തയ്യാറായിട്ടുള്ളത്. അദ്ദേഹം അന്ന് വളരെ കൃത്യമായിട്ട് ഒരു വിഷയത്തെ പറ്റി പഠിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ തനിക്ക് മുന്നിലുള്ള ആളുകളോട് പറയുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്നാൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും തകിടം മറിയുന്ന അല്ലെങ്കിൽ മലക്കം മറിയുന്ന രീതിയിൽ വ്യായാമ കൂട്ടായ്മയല്ല ഞാൻ പറഞ്ഞത്. അതിലേക്ക് ആളുകൾ നുഴഞ്ഞു കയറാനുള്ള സാഹചര്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അത്തരത്തിലുള്ള പറഞ്ഞതിന്റെ ഭാഗമായി വന്നപ്പോൾ പറഞ്ഞു പോയതാണ് ഇതിന്റെ പിന്നിൽ, അതായത് മെക്സവന്റെ പിന്നിൽ, ഈ വ്യായാമ കൂട്ടായ്മയുടെ പിന്നിൽ പോപ്പുലർ ഫ്രണ്ടാണ് എന്നൊരു ആക്ഷേപം തനിക്കില്ല. മെക്സവനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യം അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കേണ്ട ആവശ്യം CPM-നില്ല. CPM-ന് അങ്ങനെ ഒരു അഭിപ്രായമില്ല എന്നുള്ള രീതിയിൽ അന്ന് പറഞ്ഞതിൽ നിന്നും തീർത്തും വിരുദ്ധമായ ഒരു നിലപാട് മോഹനൻ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് അല്പസമയം മുമ്പ് കണ്ടത്. അന്ന് പൂർണ്ണമായിട്ടും അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ, വലിയ രീതിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മെക്സവനെതിരെ കൃത്യമായി ആക്ഷേപിക്കുന്ന രീതിയിലാണ്, തെളിവ് സഹിതം ആക്ഷേപിക്കുന്ന രീതിയിലാണ് പി മോഹനന്റെ പരാമർശം നടത്തിയത്. അന്ന് താങ്കൾ എന്തുകൊണ്ടാണ് ആ രീതിയിൽ പറഞ്ഞത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ, നിങ്ങൾ അന്വേഷണാത്മക മാധ്യമപ്രവർത്തകരല്ലേ, നിങ്ങൾ തന്നെ അത് അന്വേഷിച്ച് കണ്ടെത്തൂ എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറയാൻ തയ്യാറായിട്ടുണ്ട്. ഒരുപക്ഷെ CPM-നകത്ത് നിന്നുള്ള ഒരു വിമർശനമായിരിക്കാം, വോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള സ്വാധീനം നഷ്ടപ്പെടുന്നു. ഈ വാർത്ത കൂടുതൽ ചർച്ചയാകേണ്ടതുണ്ട്. ഗൂഗിൾ വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നു.
മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിൽ DGPക്ക് പരാതി നൽകി ABVP. സമഗ്ര അന്വേഷണം വേണമെന്നാണ് ആവശ്യം. ചോദ്യപേപ്പറുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നും ABVP ആവശ്യപ്പെടുന്നു. പ്രജിത്ത് മോഹനൻ വിവരങ്ങളുമായി ചേരുന്നു. പ്രജിത്ത്, വലിയ കുറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയേണ്ടി വരും. അതിൽ ദേശീയാധ്യാപക പരിഷത്ത് ഉൾപ്പെടെയുള്ളവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന സമിതിയിലുള്ളത് ഇടതനുകൂല അധ്യാപക സംഘടനകളിലെ അംഗങ്ങളാണ് എന്നതുൾപ്പെടെ. കഴിഞ്ഞ 3 പാദവാർഷിക പരീക്ഷകളായി സംസ്ഥാനത്ത് നടത്തിവന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ പരീക്ഷയ്ക്ക് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകളും സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകളിലും ഒക്കെ എത്തുന്നത് വലിയ വിവാദത്തിലായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഇത് ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ഇക്കഴിഞ്ഞ ഓണത്തിനും ചോദ്യപേപ്പറുകൾ ചോരുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഇപ്പോൾ വീണ്ടും ക്രിസ്മസ് പാദവാർഷിക പരീക്ഷ എത്തുമ്പോൾ വീണ്ടും ചോദ്യപേപ്പറുകൾ ചോരുന്നു. അത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ യൂട്യൂബ് ചാനലിലൊക്കെ എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അപ്പോഴും തുടർച്ചയായി ഇത്തരം വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ഇതിന് പിന്നിൽ ആര് എന്നുള്ളതിനൊരു സമഗ്രമായ അന്വേഷണം നടക്കാത്തത്, പരിശോധന നടക്കാത്തത് തന്നെയാണ് ഈ സംസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ച് വരുന്നത് എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഓണപരീക്ഷയ്ക്ക് ഈ രീതിയിലുള്ള ചോദ്യപേപ്പറുകൾ ചോർന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് അന്ന് പരിശോധന നടത്തണമെന്നും പോലീസിൽ പരാതി നൽകുമെന്നൊക്കെ പൊതുവിദ്യാഭ്യാസ വകുപ്പൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ചോദ്യപേപ്പറുകൾ പുറത്തു വരുന്നതുമായി ബന്ധപ്പെട്ട ചില അധ്യാപകർക്ക്, പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ചില ജീവനക്കാർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് സർക്കാർ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ഒക്കെ അംഗീകരിക്കുന്ന വിഷയവുമാണ്. പക്ഷേ അവർക്കെതിരെ നടപടികൾ ഉണ്ടാകുന്ന സാഹചര്യം വരുമ്പോൾ ഇതിലേക്ക് കൂടുതൽ പോകാൻ സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനൊന്നും കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. NTO ആരോപിക്കുന്നത് കൃത്യമായ ഇടതുപക്ഷ അധ്യാപകരടക്കമുള്ളവർ ചേർന്ന് തയ്യാറാക്കുന്ന ചോദ്യപേപ്പറുകളാണ്. ഇതെങ്ങനെയാണ് പൊതുവിടങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇതിൽ കൃത്യമായ ചില രാഷ്ട്രീയ ബന്ധങ്ങളും ആരോപിക്കപ്പെടുന്നുണ്ട്. അതിൽ പറയാനുള്ളൊരു കാരണം, നേരത്തെ ഉണ്ടായ വിവാദങ്ങളിൽ ഈ രീതിയിൽ അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്നുള്ള അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുന്ന സമയത്ത് പാതി വഴി അത് നിലച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് തന്നെ നേരത്തെ ഈ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പരാതി നൽകുന്ന സമയത്ത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറൊക്കെ ഇതിൽ അന്വേഷണം വേണമെന്നുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശുപാർശകൾ സംസ്ഥാനത്തേക്ക് വിദ്യാഭ്യാസ വകുപ്പിന് നൽകുമ്പോൾ അത് പാതി വഴിയിൽ നിലച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇതിൽ കുറ്റമറ്റതും സമഗ്രവുമായ ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട ABVP ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നതിലും അതിൻ്റെ രഹസ്യാത്മകത സൂക്ഷിക്കുന്നതിലും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും പ്രത്യേകമായ സംവിധാനങ്ങൾ വേണമെന്നും അത് കൂടുതൽ ശക്തിയുള്ളതാക്കണമെന്നുള്ളതും ഇപ്പോൾ ABVP ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധമായ കാര്യം. കാരണം കഴിഞ്ഞ ദിവസവും നമ്മൾ ചർച്ച ചെയ്താണ്, ഈ വിഷയമായി സൂചിപ്പിച്ചതാണ്. കൃത്യമായി ഓണപരീക്ഷയ്ക്ക് ഈ വിഷയങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് പോലും അന്വേഷണം ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായതിന് പ്രത്യേക നടപടി ഉണ്ടായില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരോ അധ്യാപകരോ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിലും കാര്യമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരം ചോദ്യപേപ്പറുകൾ ചോരുമ്പോൾ, വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന ചില പ്രഖ്യാപനങ്ങളും ചില യോഗങ്ങളും എന്നതിനപ്പുറത്തേക്ക് കാര്യമായ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതോടൊപ്പം തന്നെയാണ് നാളെ വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ യോഗം വിളിച്ചിട്ടുണ്ട്. എന്തായിരിക്കും സത്വരമായ ഒരു നടപടി വകുപ്പ് സ്വീകരിക്കുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രജിത്ത്, ഈ ഒരു വിഷയത്തിൽ വലിയ പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ ABVP ഈ പരാതി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഈ ട്യൂഷൻ സെൻറ്റർ ലോബികൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളൊരു ആരോപണം കൂടി ശക്തമായി തന്നെ ഉയർന്നിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലമായി വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകൾക്ക് അപ്പുറത്തേക്ക് അത്തരം സംവിധാനങ്ങൾ കുറച്ചുകൂടി ഡിജിറ്റലായി, ഓൺലൈനായി അവരുടെ ഈ ക്ലാസ്സുകളും മറ്റുമൊക്കെ വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ ഏതെങ്കിലും ഒരു വലിയ ഏജൻസിയോ അല്ലെങ്കിൽ വലിയൊരു സംവിധാനവുമായിരുന്നു ഇത്തരം ഓൺലൈൻ ക്ലാസ്സുകളും യൂട്യൂബ് ക്ലാസ്സുകളും ഒക്കെ സംഘടിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് പ്രാദേശിക തലത്തിൽ പോലും ഇത്തരത്തിൽ സ്വകാര്യ ട്യൂഷൻ ഏജൻസികളൊക്കെ ഈ രീതിയിൽ ഇത്തരം സംവിധാനങ്ങൾ സംഘടിപ്പിക്കുന്നു. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്, പ്രത്യേകിച്ച് സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകൾ നടത്തുന്നതിൽ പലരും അധ്യാപകരാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ഈ സ്കൂൾ പഠിപ്പിക്കുന്ന സർക്കാർ സ്കൂളുകളായും സ്വകാര്യ സ്കൂളുകളായും പഠിപ്പിക്കുന്ന അധ്യാപകരുടെയൊക്കെ ഒരു കൂട്ടായ്മകളാണ് പല ട്യൂഷൻ സെൻ്ററുകൾക്കുമൊക്കെ പുറകിൽ നിൽക്കുന്നത്, പല ഓൺലൈൻ ക്ലാസ്സുകൾക്കുമൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ ഒന്നാമതെത്താൻ വേണ്ടി നടത്തുന്നത്, പ്രത്യേകിച്ച് ഈ യൂട്യൂബ് വ്യൂസും ഒക്കെ കൂടാൻ, സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടാനൊക്കെയുള്ള ശ്രമങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ലഭിച്ചുകൊണ്ടിരുന്ന, ഇത്തരത്തിൽ പുറത്തു വരുന്ന ട്യൂഷൻ പ്രത്യേകിച്ച് ഈ പരീക്ഷാ പേപ്പറുകളൊക്കെ, ചോദ്യ പേപ്പറുകളൊക്കെ പുറത്തുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്
എന്നുള്ളതാണ്. ഇപ്പോൾ ആരോപണ വിധേയമായിരിക്കുന്ന യൂട്യൂബ് ചാനൽ പോലും 2017 ആരംഭിച്ച യൂട്യൂബ് ചാനലാണ്. പിന്നീട് കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷാകാലത്താണ് ഈ യൂട്യൂബ് ചാനലിന്റെ വ്യൂസ് ഒക്കെ വളരെ പെട്ടെന്ന് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണമൊക്കെ വളരെ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് കാരണമായത് അന്ന് പുറത്തു വന്ന ഈ ചോദ്യപേപ്പറുകളാണ്. പിന്നീട് ഓണപരീക്ഷാ കാലത്തും സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണമൊക്കെ കൂടുന്നു. അതായത് കൃത്യമായി ഓരോ കാലത്തും ഇതിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ ലീക്ക് ചെയ്ത് പുറത്തു വിടുമ്പോൾ അതിന് കൃത്യമായി തങ്ങൾക്കൊരു ഗുണമുണ്ടാകുന്നു എന്നുള്ളത് തിരിച്ചറിവ് അവർക്കുണ്ട്. ഇതൊപ്പം തന്നെയാണ് ഇത്തരം സംവിധാനങ്ങൾക്കൊക്കെ പുറകിൽ ചില നേരത്തെ NTO ഒക്കെ ആരോപിച്ചതുപോലെ ഇടതുപക്ഷ ബന്ധമുള്ള അധ്യാപക സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ബന്ധമുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയങ്ങൾ, ആരോപണങ്ങൾ ഒക്കെ ഉയർന്നു നിൽപ്പുണ്ട്. അപ്പോൾ ഇതിലെല്ലാം സമഗ്രമായ അന്വേഷണം വേണം. ഈ അനാരോഗ്യമായ കിടമത്സരം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പരീക്ഷകളുടെയൊക്കെ അതിന്റെ രഹസ്യാത്മകതയും ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യത്തിന്റെ നേർ ഉദാഹരണം കൂടിയായി ഇത്. ലോക്സഭയിൽ ഭരണഘടന സംബന്ധിച്ച് നടന്ന പ്രത്യേക ചർച്ച കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. നാളെയും മറ്റന്നാളുമായി രാജ്യസഭയിലും പ്രതിപക്ഷ ആവശ്യപ്രകാരം ഭരണഘടനയിൽ പ്രത്യേക ചർച്ച നടക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷായാകും രാജ്യസഭയിൽ മറുപടി പ്രസംഗം നടത്തുക. ഭരണഘടന സംബന്ധിച്ച് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രത്യേക ചർച്ച വേണമെന്ന് പ്രതിപക്ഷമാണ് ആവശ്യപ്പെട്ടത്. ഇത് അംഗീകരിച്ച സർക്കാർ 2 ദിവസം ലോക്സഭയിലും 2 ദിവസം രാജ്യസഭയിലും ചർച്ച അനുവദിച്ചു. എന്നാൽ ലോക്സഭയിൽ നടന്ന ചർച്ച കോൺഗ്രസിന് വിനയായി. ചർച്ച തുടങ്ങിവെച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുതൽ മറുപടി പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ കോൺഗ്രസിനെ രൂക്ഷമായ ഭാഷയിലാണ് കടന്നാക്രമിച്ചത്. ഭരണഘടന പോക്കറ്റിലിട്ട് നടക്കുന്നവരാണ് കോൺഗ്രസുകാരെന്ന് രാജ്നാഥ് സിംഗ് തുറന്നടിച്ചപ്പോൾ മുതിർന്ന MP രവിശങ്കർ പ്രസാദ് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലം ഓർമ്മിപ്പിച്ചു. ജവഹർലാൽ നെഹ്റു ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വിരുദ്ധമാണെന്ന് രവിശങ്കർ പ്രസാദ് ചൂണ്ടിക്കാട്ടി. ഭരണഘടനയിൽ എത്ര പേജുകളുണ്ടെന്ന് പോലും കോൺഗ്രസുകാർക്ക് അറിയില്ലെന്നായിരുന്നു അനുരാഗ് സിംഗ് ഠാക്കൂറിന്റെ പരാമർശം. ഭാരതത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ന്യൂനപക്ഷ വേട്ട എന്ന പ്രതിപക്ഷ ആരോപണങ്ങളെ തള്ളി. മറുപടി പ്രസംഗത്തിൽ രൂക്ഷമായ വിമർശനങ്ങളാണ് നെഹ്റു കുടുംബത്തിനും കോൺഗ്രസിനുമെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയത്. അധികാരത്തിനായി നെഹ്റു കുടുംബം കാട്ടിക്കൂട്ടിയതൊക്കെ തുറന്നു കാട്ടിയ പ്രധാനമന്ത്രി നെഹ്റുവിനെയും ഇന്ദിരയെയും രാജീവിനെയും പേരെടുത്ത് വിമർശിച്ചു. ഭരണഘടനയെ ഇത്രമാത്രം അവഹേളിച്ച മറ്റൊരു കൂട്ടർ ഉണ്ടാകില്ലെന്നും നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. നാളെയും മറ്റന്നാളുമായി രാജ്യസഭയിൽ നടക്കുന്ന ചർച്ചയും കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും. ജനം, ഡൽഹി. 2 ദിവസമായി ലോക്സഭയിൽ നടന്ന പ്രത്യേക ചർച്ചയിൽ കൂടുതലായി ഉയർന്നു കേട്ടത് വീർ സവർക്കർ എന്ന വാക്കായിരുന്നു. ഭരണഘടന സംബന്ധിച്ച പ്രത്യേക ചർച്ചയ്ക്കിടെ വീർ സവർക്കറെ ഇകഴ്ത്താൻ കോൺഗ്രസ് പല തവണ ശ്രമിച്ചെങ്കിലും രൂക്ഷമായി കടന്നാക്രമിച്ചായിരുന്നു ഭരണപക്ഷ അംഗങ്ങളുടെ മറുപടി. സവർക്കറെ പ്രകീർത്തിച്ച ഇന്ദിരാഗാന്ധി എഴുതിയ കത്ത് ഉയർത്തിക്കാട്ടിയതോടെ കോൺഗ്രസ് ഒന്നാകെ വെട്ടിലാകുകയും ചെയ്തു. മനുസ്മൃതിയാണ് പിന്തുടരേണ്ടതെന്നും ഭരണഘടനയിൽ ഭാരതത്തിൻ്റെതായി ഒന്നുമില്ല എന്നും സവർക്കർ പറഞ്ഞിരുന്നതായി രാഹുൽ ആരോപിച്ചു. ഭരണഘടനയുടെ ചെറുപതിപ്പ് ഉയർത്തിപ്പിടിച്ചുള്ള പ്രസംഗത്തിനിടെ മനുസ്മൃതിയും ഉയർത്തിക്കാട്ടിയാണ് രാഹുൽ സവർക്കറെ വിമർശിച്ചത്. പിന്നാലെ ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെ ഇന്ദിരാഗാന്ധി സവർക്കറെ പ്രകീർത്തിച്ചെഴുതിയ കത്ത് സഭയിൽ ഉദ്ധരിച്ചു. സ്വതന്ത്രവീർ സവർക്കർ രാഷ്ട്രീയ സ്മാരക് എന്ന സംഘടനയുടെ സെക്രട്ടറിയായിരുന്ന പണ്ഡിറ്റ് ബാഖലേക്ക് ഇന്ദിര എഴുതിയ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ 1980 മെയ് 8 എഴുതിയ കത്ത് കിട്ടിബോധിച്ചിരിക്കുന്നു. വീർ സവർക്കർ ബ്രിട്ടീഷുകാരെ സധൈര്യം എതിർത്തുകൊണ്ട് നടത്തിയ പോരാട്ടങ്ങൾക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുള്ള പങ്ക് അവിസ്മരണീയമാണ്. ഭാരതത്തിന്റെ ഈ വിശിഷ്ടപുത്രന്റെ ജന്മവാർഷികം ആഘോഷിക്കുവാനുള്ള താങ്കളുടെ ഉദ്യമങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇതായിരുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ഇന്ദിരയുടെ വാക്കുകൾ. ശ്രീനാഥ് ഷിൻഡെ ഇന്ദിരയുടെ വാചകങ്ങൾ തുറന്നു കാട്ടിയതോടെ രാഹുൽ പരിങ്ങലിലായി. ബ്രിട്ടീഷുകാരോട് സവർക്കർ മാപ്പ് ചോദിച്ചിരുന്നതായി തന്റെ മുത്തച്ഛി തന്നോട് പറഞ്ഞു എന്ന വാക്കുകളോടെ വിഷയത്തിൽ നിന്നും രാഹുൽ വ്യതിചലിച്ചു. വീര സവർക്കർക്കെതിരെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും പടച്ചുവിടുന്ന കോൺഗ്രസുകാർക്ക് സവർക്കറെ പ്രകീർത്തിച്ചുള്ള ഇന്ദിരയുടെ വാക്കുകളെ തള്ളാനും കൊള്ളാനും കഴിയാത്ത അവസ്ഥയാണ്. ജനം, ഡൽഹി. രാഷ്ട്രക്ഷേമത്തിനും ജനനന്മയ്ക്കുമായി ലോക്സഭയിൽ 11 ഇന ഉറപ്പുകൾ നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഴിമതിക്കും വികസനത്തിനും വിട്ടുവീഴ്ചയില്ല, കുടുംബം നയിക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് മോചനം, ഭാരതീയൻ എന്നതിൽ അഭിമാനം എന്നതടക്കമുള്ള പ്രതിജ്ഞകൾ വികസിത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. എല്ലാവരും അവരുടെ അടിസ്ഥാന കടമകൾ നിറവേറ്റണം. സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നവരാണെങ്കിലും സാധാരണ പൗരനാണെങ്കിലും വിട്ടുവീഴ്ചയില്ല. അഴിമതിക്കാരെ സാമൂഹികമായി ബഹിഷ്കരിക്കും. ഭാരതീയൻ എന്നാൽ ഓരോരുത്തരിലും അഭിമാനം വേണം.
പ്രത്യേക കുടുംബം നയിക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് മോചനമടക്കം 11 പ്രതിജ്ഞകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പ്രഖ്യാപിച്ചത്. 7वां संकल्प संविधान का सम्मान हो, राजनीतिक स्वार्थ के लिए संविधान को हथियार न बनाया जाए. 8वां संकल्प संविधान की भावना के प्रति समर्पण रखते हुए जिनको आरक्षण मिल रहा है वो न छीना जाए और धर्म के आधार पर आरक्षण की हर कोशिश पर रोक लगे. രാജ്യത്തിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ BJP സർക്കാർ നടപ്പിലാക്കിയ ഓരോ പദ്ധതികളും പ്രധാനമന്ത്രി എണ്ണിപ്പറഞ്ഞു. വനവാസികൾക്കും സഹകാരികൾക്കും വേണ്ടി പ്രത്യേക മന്ത്രാലയം കൊണ്ടുവന്നത് BJP സർക്കാരാണെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി കോൺഗ്രസിന്റെ 60 വർഷക്കാലത്തെ ഭരണത്തിൽ ജനങ്ങൾക്ക് കുടിവെള്ളം പോലും ലഭിച്ചിരുന്നില്ല എന്നും വിമർശിച്ചു. കോൺഗ്രസ് ने निरंतर संविधान की अवमानना की, संविधान के महत्व को कम किया. कांग्रेस इसके अनेक उदाहरणों से भरा पड़ा हुआ है. संविधान के साथ धोखेबाजी कैसे करते थे, संवैधानिक संस्थाओं को कैसे नहीं मानते थे, इस देश में बहुत कम लोगों को मालूम होगा. 370 की तो पता है सबको, 35A का पता बहुत कम है. ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള യാത്രയിലാണ് ഭാരതം. അതിനായി ഏവരും ഏകതയോടെ പ്രവർത്തിക്കുന്നു. എന്നാൽ അതിൽ ചിലർ ഭിന്നിപ്പിന്റെ വിത്ത് വിതയ്ക്കാൻ ശ്രമിക്കുന്നതായും പ്രധാനമന്ത്രി കോൺഗ്രസിനെ പേരെടുത്ത് വിമർശിച്ചു. ജനം, ഡൽഹി. ഉത്തർപ്രദേശിലെ സംഭലിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനിടെ കണ്ടെത്തിയ ക്ഷേത്രത്തിൽ നിത്യാരാധന ആരംഭിച്ചു. ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് എത്തുന്നവരെ തടഞ്ഞാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് UP ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ വ്യക്തമാക്കി. 46 വർഷം മുസ്ലിം വിഭാഗങ്ങൾ ചേർന്ന് കെട്ടിയടച്ചിരുന്ന ക്ഷേത്രം പോലീസിന്റെ സഹായത്തോടെയാണ് റവന്യൂ അധികാരികൾ വീണ്ടെടുത്തത്. സംഭലിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനിടയിലാണ് ശിവക്ഷേത്രം കണ്ടെത്തിയത്. ഇസ്ലാം മത വിഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ക്ഷേത്രം കയ്യേറി കെട്ടിയടച്ചു വെച്ചിട്ട് 46 വർഷങ്ങൾ പിന്നിട്ടു. കയ്യേറ്റങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിച്ചു. ഇതോടെ ക്ഷേത്രത്തിൽ നിത്യാരാധനയും ആരംഭിച്ചു. പ്രദേശത്ത് താമസിച്ചിരുന്ന ഹൈന്ദവ കുടുംബങ്ങളിൽ ഭയം സൃഷ്ടിച്ച് അവിടെ നിന്നും പലായനം ചെയ്യാൻ നിർബന്ധിതരായതോടെയാണ് ക്ഷേത്രം കയ്യേറിയതെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ പറഞ്ഞു. ഇനിമേലാൽ ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് എത്തുന്നവരെ തടഞ്ഞാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. देखिए, उत्तर प्रदेश के संभल में जो 4 दशक से अधिक समय तक हनुमान जी का मंदिर, शिव जी का मंदिर बंद करके रखा गया था, एक भय का माहौल पैदा करके वहाँ से हिंदुओं को पलायन करने के लिए मजबूर किया गया था. वह खुलने के बाद जहाँ लोगों में खुशी है और विश्वास है, वहीं दूसरी ओर ऐसा लगता है कि इस प्रकार से कहीं पर भी कोई घेर करके, बंद करके, भय दिखा करके उत्तर प्रदेश में मंदिर हो या कोई अन्य धार्मिक स्थल हो, सार्वजनिक स्थल हो, किसी को कब्जा करके, छिपा करके और लोगों को वहाँ जाने से रोक करके कुछ किया है, तो उसको पता करके, ये कोई विवाद का विषय नहीं है, लेकिन जहाँ भगवान है उनका भोग लगता है. जो सार्वजनिक स्थल है उसका सार्वजनिक रूप से उपयोग होता है. अब भय के बल पर, धमकी के बल पर डरा करके जो कब्जे किए गए थे या जो वहाँ से रहने वाले हिंदुओं को या धर्मावलंबियों को पलायन करने के लिए मजबूर किया गया था, अब वो समय समाप्त हो. പൂജാരിമാർക്കാർക്കും തന്നെ ക്ഷേത്ര പരിസരത്ത് താമസിക്കാൻ കഴിയാതായതോടെ 1978 ക്ഷേത്രം അടയ്ക്കുകയായിരുന്നു എന്നാണ് ഭക്തർ വ്യക്തമാക്കുന്നത്. അതേസമയം സംഭലിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. സമാനമായി നിരവധി ക്ഷേത്രങ്ങൾ കയ്യേറിയിട്ടുണ്ടെന്നാണ് ഭക്തരുടെ പരാതി. ജനം, ഡൽഹി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസ്നായകെ ഇന്ന് ഡൽഹിയിലെത്തും. പ്രസിഡന്റായി സ്ഥാനമേറ്റതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഭാരത സന്ദർശനമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്ന ശ്രീലങ്കൻ പ്രസിഡന്റ് രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന ചില ബിസിനസ് യോഗങ്ങളിലും പങ്കെടുക്കും. ഭാരതവും ശ്രീലങ്കയും തമ്മിലുള്ള സാംസ്കാരിക പൈതൃകം ഉയർത്തിക്കാട്ടുന്നതിന്റെ ഭാഗമായി പ്രധാന ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമായ ബീഹാറിലെ ബോധഗയ സന്ദർശിച്ച ശേഷമാകും ശ്രീലങ്കൻ പ്രസിഡന്റ് മടങ്ങുക.
മാനനഷ്ട കേസ് ഒത്തുതീർപ്പാക്കാൻ ഡൊണാൾഡ് ട്രംപിന് $15 ദശലക്ഷം നഷ്ടപരിഹാരം നൽകാമെന്ന് ABC ന്യൂസ്. ബലാത്സംഗ കേസിൽ കുറ്റം ചുമത്തപ്പെട്ടയാൾ എന്ന് ട്രംപിനെ വിശേഷിപ്പിച്ചതാണ് മാനനഷ്ട കേസിന് വഴിവെച്ചത്. ABC ന്യൂസിന്റെ പ്രമുഖനായ വാർത്താ അവതാരകൻ ജോർജ് സ്റ്റെഫാനോപോളസ് ആണ് വിവാദ പരാമർശം നടത്തിയത്. ധാരണ പ്രകാരം ABC ഔദ്യോഗികമായി ഖേദപ്രകടനവും നടത്തും. ഉച്ചവാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ജനം വാർത്തകൾ തുടരും. നമസ്തേ.